ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അഥ തൃതീയോധ്യായഃ. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താ മയാ നഘ. ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ. ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ന ഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത്. കാര്യത്തെ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ. ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യത്തെ. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന. കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യത്തെ. നിയതം കുരു കർമ്മത്വം കർമ്മജ്ഞായോ ഹ്യകർമ്മണഃ. ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചര. സഹ യജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ. അനേന പ്രസവിഷ്യധ്വം യേഷവോസ്തുഷ്ടകാമദുഃഖ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ. പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തെ യജ്ഞഭാവിതാഃ. തൈർദത്താനപ്രദായേഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഃ. അപ്പോൾ നമ്മൾ മൂന്നാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാം അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലെ 69ാമത്തെ ശ്ലോകം 2:69 യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹേ. ഈ ശ്ലോകം വിട്ടുപോയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ അത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ യാ നിശാ സർവഭൂതാനാം, സർവഭൂതാനാം യാ നിശാ ഭവതി. സർവഭൂതാനാം എല്ലാ ഭൂതങ്ങൾക്കും യാതൊന്നാണോ നിശയായിട്ടുള്ളത്, രാത്രിയായിട്ടുള്ളത്. തസ്യാം അതിൽ സംയമി ജാഗ്രതി, സംയമിയായിട്ടുള്ളവൻ ജാഗ്രതി ഉണർന്നിരിക്കുന്നു. യസ്യാം ജാഗ്രതി ഭൂതാനി, യസ്യാം ഭൂതാനി ജാഗ്രതി, യസ്യാം യാതൊന്നിലാണോ ഭൂതാനി ഭൂതങ്ങൾ ജാഗ്രതി ഉണർന്നിരിക്കുന്നത്. സാ നിശാ മുനേ സാ പശ്യതഃ മുനേഹേ നിശാ ഭവതി. സാ അത് പശ്യതഃ മുനേഹേ, പശ്യതഃ കാണുന്നവനായ മുനിയുടെ
മുനിക്ക് സാ നിശാ ഭവതി, അത് നിശയാകുന്നു. പശ്യതഃ മുനേഹേ നിശാ ഭവതി, കാണുന്നതായ മുനിക്ക് അത് നിദ്രയാകുന്നു, നിശയാകുന്നു. അപ്പോൾ യാതൊന്നിലേക്കാണോ ജീവജാലങ്ങൾ ഉണർന്നിരിക്കുന്നത്, അതായത് ഭോഗലോകത്തേക്ക്, അതാണ് ഈ ഇന്ദ്രിയ വിഷയ സംയോഗരൂപത്തിലുള്ള ഭോഗരൂപമാണ് ഇവിടുത്തെ പകൽ എന്ന് സാധാരണ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധി നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് ജ്ഞാനി ഉറങ്ങിയിരിക്കുകയും, ഇപ്പോൾ യാതൊന്നാണോ സർവ്വജീവജാലങ്ങൾക്കും രാത്രി പോലെ അറിയപ്പെടാത്തതായിട്ട് നിൽക്കുന്നത്, അത് ആത്മസ്വരൂപമാണ്. അതിലേക്ക് ജ്ഞാനി ഉണർന്നുമിരിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ ഇതോടുകൂടിയിട്ട് നമ്മൾ കഴിഞ്ഞ അധ്യായത്തില് ജ്ഞാനം കർമ്മയോഗം ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കണ്ടു. ഇങ്ങനെ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനയോഗം. ഇപ്പൊ ജ്ഞാനയോഗവും കർമ്മയോഗവും കണ്ടു. ദ്വിവിധാനിഷ്ഠ, രണ്ട് നിഷ്ഠകളെ കുറിച്ച് പറയുന്നത് കണ്ടു. ജ്ഞാനയോഗേന സാഖ്യാന, ഇങ്ങനെയുള്ള ഈ രണ്ട് നിഷ്ഠകളെ കുറിച്ച് നമ്മൾ അവിടെ വിശദമായിട്ട് കാണുകയുണ്ടായി. അപ്പോൾ ഇപ്രകാരം ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അർജുനന് ഒരു സംശയമുണ്ടായി. ആ സംശയത്തോടു കൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അർജുനന്റെ ചോദ്യം ഇതാണ്. അർജുന വാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഹേ കേശവ, അല്ലയോ കേശവ, ഹേ ജനാർദ്ദന, അല്ലയോ ജനാർദ്ദന. രണ്ട് വാക്കുകൾ ഭഗവാനെ കുറിച്ച് ഈ ശ്ലോകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്, ജനാർദ്ദനനും കേശവനും. ഹേ ജനാർദ്ദന, കർമ്മണഃ ബുദ്ധി ജായസി ഇതി തേ മതാ ചേത് ഹേ കേശവ തത്കിം ഘോരേ കർമ്മണി മാം നിയോജയസി. അല്ലയോ ജനാർദ്ദന, കർമ്മണഃ ബുദ്ധി ജായസി ഇതി തേ മതാ ചേത്. കർമ്മണഃ, കർമ്മത്തെക്കാളും, ബുദ്ധി, ഇവിടെ ജ്ഞാനം, കർമ്മത്തെക്കാളും ജ്ഞാനമാണ്. ജായസി ഇതി തേ മത, അങ്ങയുടെ അഭിപ്രായത്തിൽ, തേ മത, അങ്ങയുടെ അഭിപ്രായം, കർമ്മത്തെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത്, ജായസി ശ്രേഷ്ഠമായിട്ടുള്ളത് ബുദ്ധിയാണ്, ജ്ഞാനമാണ് എങ്കിൽ, ഹേ കേശവ, ലിയോ കേശവ, തത് കിം ഘോരേ കർമ്മണി, എന്തിനായിട്ട്, ഘോരേ കർമ്മണി, ഘോരമായ കർമ്മത്തിൽ, മാം നിയോജയസി, എന്നെ നിയോജിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ ഇതാണ് അർജുനന്റെ ചോദ്യം. കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് തന്നെയാണ് നമ്മുടെയും ചോദ്യം. ഇതെല്ലാം ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിരക്തനായിട്ട് സർവകർമ്മ പരിത്യാഗിയായിട്ട്, അല്ലെങ്കിൽ സർവത്തിന്റെയും സന്യസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഉത്കൃഷ്ടം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിനു വേണ്ടിയിട്ടല്ലേ ഭഗവാൻ നിർദ്ദേശിക്കേണ്ടത്. അർജുന, നീ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ, അതായത് ഇവിടെയുള്ള ഈ ഭോഗങ്ങളെല്ലാം ക്ഷണ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് ഇതിനകത്തൊന്നും വലിയ മെച്ചമൊന്നുമില്ല. ആത്മസ്വരൂപത്തെ നേടിയിട്ട് നീ മുക്തനാവൂ. അതാണ് അർജുന നീ ചെയ്യേണ്ടത്. അതിനാല് ഇനിയിപ്പോൾ നിന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ രണഭൂമിയിലല്ല, പകരം വല്ല വനാന്തരത്തിലുമായിരിക്കണം എന്നല്ലേ ഭഗവാൻ പറയേണ്ടത് എന്നാണ് അർജുനന്റെ ചോദ്യം. അല്ലയോ ഭഗവാനെ, അങ്ങ് പറയുന്നു മുക്തിയും മുക്തിക്കുള്ള മാർഗമായ വിചാരമാർഗവും ആണ് ഉത്കൃഷ്ടമെങ്കിൽ, അതായത് വിചാരമാർഗത്തിനെയാണ് ഇവിടെ ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. ഉത്കൃഷ്ടമായിട്ടുള്ളത് സന്യാസചര്യയുമാണ്, അതായത് ഇതിനെ പരിവ്രജനം എന്ന് പറയുന്നത്. അതായത് സർവകർമ്മ പരിത്യാഗിയായിട്ട് സർവത്തെയും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും എല്ലാം ത്യജിച്ചവനായിട്ട് ഉത്കൃഷ്ടമായ മുക്തി മാർഗത്തിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവനാകുന്നതിന് പകരം ജായസി ചേത് കർമ്മണഃ, കർമ്മത്തെക്കാളും ശ്രേഷ്ഠകരമായിട്ടാണ് ബുദ്ധി, ജ്ഞാനം. ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനമെങ്കിൽ ഹേ ജനാർദ്ദന, എന്തിനായിട്ട്, മാം കർമ്മണി ഘോരേ കർമ്മണി. ഇവിടെ ഈ യുദ്ധമെന്ന് പറയുന്ന കർമ്മമാണ് ഇവിടെ പ്രസംഗമായിട്ടുള്ളത്, ഇവിടുത്തെ വിഷയമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഘോരേ കർമ്മണി എന്നുള്ള പ്രയോഗം നടത്തിയത്. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരെ ഹത്യ ചെയ്യുന്നതായ, ഇത് ഹത്യ ചെയ്തു കഴിയുമ്പോൾ അതിന്റെ മാനസികമായ പീഡനം ഞാൻ ഈ ഹത്യ ചെയ്യുന്നവന് തന്നെയാണ് ഉണ്ടാകുന്നത്.
അങ്ങനെയുള്ള ഒരു ഘോരമായ കർമ്മത്തിൽ, അതായത് രക്തം ചീന്തുന്നതായ കർമ്മം കണ്ടിട്ട് സന്തോഷത്തോടുകൂടി ഒരുവൻ ഇരിക്കാൻ സാധിക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഘോരമായ കർമ്മത്തില് മാം എന്നെ കിം നിയോജസി, എന്തിനായിട്ട് നിയോഗിക്കുന്നു. അപ്പോൾ ഭഗവാന് ഇവിടെ ചെയ്യേണ്ടത്, അർജുന നീ യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം നീ യുദ്ധം ഉപേക്ഷിക്കൂ എന്ന് പറയണം എന്നാണ് അർജുനന്റെ ആവശ്യം. ഇതാണ് അർജുനൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അർജുനൻ ഈ ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് അർജുനൻ പറഞ്ഞു. ഭഗവാൻ അവിടെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് കർമ്മമാണ്, ജ്ഞാനമാണ് അർജുന ഒരുവനെ മുക്തിക്ക് നൽകുന്നത് എന്നും പറഞ്ഞു. അപ്പോൾ യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന കർമ്മത്തെക്കാളും ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് മുക്തിക്ക് വേണ്ടിയിട്ടുള്ള ജ്ഞാനസമ്പാദനം എന്ന് ഭഗവാൻ പറഞ്ഞു നിർത്തിക്കഴിഞ്ഞപ്പോൾ അർജുനൻ പഴയ അർജുനന്റെ ആർഗ്യുമെന്റിലേക്ക്, അതായത് ഉന്നയിച്ച സംശയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഭഗവാനെ, അങ്ങ് ഈ സംശയം നിവർത്തിച്ച ശേഷം മുന്നിലേക്ക് പോയാൽ മതി എന്ന്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ജസ്റ്റ് സിമ്പിളായിട്ട് അർജുനൻ ചോദിക്കുകയാണ്, മാം കിം നിയോജസി, എന്നെ എന്തിനാ അതിലേക്ക് നിയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഭഗവത് നിയോഗം അനുസരിച്ചിട്ടാണോ അർജുൻ ഇവിടെ കർമ്മം ചെയ്യാൻ ഇറങ്ങിയത്? അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടല്ല അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വന്നത്, അത് നാം ഓർക്കണം. പക്ഷെ യുദ്ധക്കളത്തിൽ എത്തിയതിനു ശേഷമാണ് അർജുനന് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ഭഗവാൻ ഇവിടെ ഈ സ്വജനങ്ങൾക്ക് ഉപദ്രവം കൊടുക്കുന്ന തരത്തില്, അവരെ നിരാശപ്പെടുത്തുന്ന തരത്തില് ഒക്കെയുള്ള ഒരു ബുദ്ധി അർജുന നീ കാണിക്കാതെ പകരം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ, ആതതായികളെയൊക്കെ കൊല്ലുന്നതാണ് ധർമ്മം എന്നുള്ള രീതിയിലൊക്കെ ഉപദേശിച്ചത്. അതല്ലാത്ത പക്ഷം നമുക്ക് തോന്നും അർജുനെ യുദ്ധക്കളത്തിലേക്ക് പ്രേരിപ്പിച്ച് വിട്ടത് തന്നെ ഭഗവാനാണെന്ന്. അങ്ങനത്തെ ഒരു ധ്വനിയില്ല ഇവിടെ. ഭഗവാൻ ആ സന്ദർഭത്തിൽ അർജുനൻ പിന്തിരിയാൻ തുടങ്ങുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഒന്ന് തടുത്തു നിർത്തിയത്. അപ്പൊ അതിനുശേഷം അർജുനന് ഈ സംശയം ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കുകയാണ്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദനിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴേക്ക് അർജുനന്റെ ആ ശരിക്കുള്ള ഒരു മനസ്സ് നമുക്കൊന്നുകൂടെ ഒന്ന് കാണാം. വ്യാമിശ്രേണേവ വാക്യേന, വ്യാമിശ്രേണേവ വാക്യേന മേ ബുദ്ധിം മോഹയസി ഇവ യേന അഹം ശ്രേയഃ ആപ്നുയാം തദേകം നിശ്ചിത്യ വദ. അല്ലയോ ഭഗവാനെ, വ്യാമിശ്രേണ ഏവ, മിശ്രീഭൂതമായിട്ടുള്ള, അതായത് കൂടിക്കുഴഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള ഇവ, കൂടിക്കുഴഞ്ഞു കിടക്കുന്നത് പോലെയുള്ള വാക്യേന, വാക്യത്താൽ, വ്യക്തതയില്ലാത്തത് വാക്യത്താൽ മേ ബുദ്ധിം, എന്റെ ബുദ്ധി മോഹയസി ഇവ, എന്റെ ബുദ്ധി മോഹിക്കപ്പെട്ട പോലെ, അതായത് വ്യാമോഹത്തിലേക്ക് പോയതുപോലെ. ഇവിടെ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഢഭാവം എന്നേരത്തേ ഉള്ളൂ, അതായത് വ്യക്തതയില്ലായ്മ എന്ന്. അപ്പോൾ അങ്ങ് പറഞ്ഞതിനകത്തൂടെ എനിക്ക് ഒരു വ്യക്തത കിട്ടിയില്ല. ഭഗവാനെ ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് മോക്ഷമെന്ന് പറയുകയും ഞാൻ കർമ്മം ചെയ്യാൻ ആവശ്യപ്പെടുകയും എനിക്ക് അതിനകത്ത് മോക്ഷത്തിന് അർഹനല്ല എന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത്? എന്താണ് ഭഗവാൻ, എനിക്കതിനകത്തൊന്നും വ്യക്തത കിട്ടിയിട്ടില്ല എന്നാണ് അർജുനന്റെ ഇവിടുത്തെ സംശയം. പിന്നെ അർജുനൻ ഒന്നുകൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, തദേകം വദനിശ്ചിത്യ, ഏകം നിശ്ചിത്യ തദ്വദ. അങ്ങേക്ക് എന്താണ് അഭിപ്രായം കൃത്യമായിട്ട്, രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കാതെ. അതായത് കർമ്മമാണോ ഉത്കൃഷ്ടം, അതോ ജ്ഞാനമാണോ, വിചാരത്തിന്റെ ജ്ഞാനമാണോ, അല്ലെങ്കിൽ ജ്ഞാനയോഗമാണോ ഉത്കൃഷ്ടം, അതോ കർമ്മയോഗമാണോ ഉത്കൃഷ്ടം എന്നത് വളരെയധികം നിശ്ചയം ചെയ്തിട്ട്, അതായത് ഭഗവാനെ അങ്ങ് തന്നെ ഒന്ന് നിശ്ചയിക്കൂ ഇതിലേതാണ് ഉത്കൃഷ്ടമെന്ന്. തദേകം വധ നിശ്ചിത്യ, അങ്ങനെ നിശ്ചയിച്ചിട്ട് ഏകം വധ, ആ ഒന്ന് മാത്രം പറ. യേന ശ്രേയഃ അഹമാപ്നുയാം, അഹം ആപ്നുയാം, ഞാൻ പ്രാപിക്കുന്നത്, യേന യാതൊന്നിനാലാണോ ശ്രേയഃ, ശ്രേയസ്സിന്, ഏതൊന്നിനാല് ഞാൻ ശ്രേയസ്സിനെ പ്രാപിക്കുന്നുവോ ആ ഒന്ന് നിശ്ചയിച്ചിട്ട് അങ്ങ് പറ. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ഒരു ഗുരുവിൻ്റെ അടുത്ത് സംസാരിക്കേണ്ട രീതിയാണോ എന്ന് നമുക്ക് ഒരു സംശയം തോന്നും.
അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അർജുനന് ഭഗവാനോട് പറയുന്നതിനകത്ത് ഒരു കമാൻഡിന്റെ സ്വഭാവം ഇവിടെ കാണാം. തദേകം വധ നിശ്ചിത്യ, ഭഗവാനെ വധതു എന്ന് ഒരു അഭ്യർത്ഥനയല്ല ഇവിടെ നടത്തിയിരിക്കുന്നത്. അത് പറ എന്നുള്ള ഒരു രീതിയിലെ ഒരു ധാർഷ്ട്യത്തിന്റെ എന്നതുപോലെ നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ഒരു പ്രയോഗം പോലെ നമുക്ക് തോന്നും. തദേകം വധ നിശ്ചിത്യ എന്നുള്ള ആ ഒരു പ്രയോഗത്തിൽ. പക്ഷെ അന്നേരം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭഗവാനും അർജുനും തമ്മിൽ ഈ മാമാമച്ചാൻ, തമിഴ്നാട്ടിൽ പറയുന്ന മാമാമച്ചാൻ ബന്ധം പോലെയാണ്. അതായത് അർജുനൻ വിവാഹം കഴിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പെങ്ങളെ സുഭദ്രാദേവിയാണ്. അതേമാതിരി ഇവർ തമ്മിൽ കുന്തിദേവി വഴിയായിട്ടുള്ള ബന്ധവുമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിത്യസഹാക്കളുമാണ്. അപ്പൊ ഇവിടെ ഒരു ഗുരുവിനോട് എന്നുള്ള രീതിയിലല്ല ഭഗവാന്റെ അടുത്ത് ഉള്ള ഈ സംബോധന ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടിട്ടോടെ തന്നെ നമ്മൾ പോയിട്ട് നമ്മൾ ആരെങ്കിലും ഭഗവത്ഗീത ഉപദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ഈ മാതിരി സംസാരിക്കാൻ നമ്മൾ നിൽക്കരുത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇവിടെ അർജുനന് ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുശിഷ്യ ബന്ധം എന്ന രീതിയിൽ നമ്മൾ ആദ്യം അത് പറഞ്ഞിരുന്നുണ്ടെങ്കിലും അവരുടെ അന്തർലീനമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സഖാക്കൾ എന്നുള്ള സൗഹൃദത്തിൽ സുഹൃത്തുക്കൾ എന്ന നിലയിൽ ആണ് എങ്കിൽ കൂടിയും അതിനും ഉപരിയായിട്ട് ഇവർ തമ്മിൽ കുന്തിദേവി വഴിയായിട്ടും സുഭദ്രയുടെ ഭർത്താവ് എന്ന നിലയിലും സുഭദ്രയുടെ ആങ്ങളെ എന്ന നിലയിലും ഒക്കെയുള്ള ബന്ധങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണണം. എന്നിട്ട് അങ്ങനെയുള്ള അർജുനന്റെ അടുത്ത് ഭഗവാന് സുഭദ്രയെ കൂടെ ഉപേക്ഷിച്ചിട്ട് വനത്തിൽ പോയിട്ട് തപസ്സിന് പോകൂ എന്ന് പറയുമോ? അതും കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇവിടെ ഭഗവാന് അർജുനോട് സംസാരിച്ചു കഴിയുമ്പോൾ അങ്ങേയറ്റം ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് മാത്രമേ എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ എന്റെ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാമില്ലെങ്കിൽ നീ ഇതിന്റെ കാര്യം നോക്കിപ്പോ എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ മിക്കവാറും എല്ലാവരോടും പറയുന്നത്. ആർക്കും എന്ത് ചെയ്യുന്നതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല. അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ നടത്താൻ നമ്മളുടെ സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധ വിരോധവും എനിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതായത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ആരും തയ്യാറല്ല. അപ്പോൾ ഉപദേശമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഉപദേശം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനാണ് ഒരു വ്യക്തിയേക്ക് കൊടുക്കുന്ന ഉപദേശം എന്നുള്ളതിനേക്കാളും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ശാസ്ത്ര വിശദീകരണം എന്ന രീതിയിൽ മാത്രമേ പ്രിഫർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിലൂടെ നമുക്ക് ശാസ്ത്രത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്തോളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ മാത്രമേ എപ്പോഴും നമുക്ക് ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കാണാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കൊരു വ്യക്തിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്ത് പറയണം പറയണ്ട എന്നോ ആരോട് പറയണം പറയണ്ട എന്നുള്ള ഒരു സ്വാതന്ത്ര്യം വ്യക്തിക്കുണ്ട് സാധാരണഗതിയിൽ. രണ്ടാമതാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ഇതേമാതിരി സ്വാതന്ത്ര്യമുണ്ട്, കേൾക്കണോ വേണ്ടയോ എന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം തന്നെ കേട്ടാൽ അതനുസരിച്ച് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അങ്ങനത്തെയുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നതിന്റെ ആ തലത്തിലല്ല ഇവിടുത്തെ അർജുന ശ്രീകൃഷ്ണ സംവാദത്തിൽ നടക്കുന്നത്. ഇവിടെ നരനാരായണന്മാർ തമ്മിലുള്ള സംവാദം എന്ന് പറയുന്നത് അത് വേറൊരു ലെവലിലാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് ഈ മാതിരിയുള്ള രീതികളിലേക്ക് നമ്മൾ അനുകരണത്തിന് പോകാൻ ശ്രമിക്കരുത്. ഭഗരം എന്ന് പറയുന്നത് അർജുനന്റെ സമർപ്പണം, അർജുനന്റെ വീര്യം, അർജുനന്റെ ഈ സമൂഹത്തെ നോക്കിക്കാണുന്ന രീതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിശകലനം ചെയ്ത് കടന്നു പോകുന്നതിന് കുഴപ്പമില്ല. അപ്പൊ തദേകം വധ നിശ്ചിത്യ, അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വാക്യം എന്ന് പറയുന്നത് തദേകം വധ നിശ്ചിത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അർത്ഥമാക്കേണ്ട ഇത്രയേ ഉള്ളൂ. അതായത് എനിക്ക് അങ്ങോട്ട് വ്യക്തത കിട്ടിയിട്ടില്ല അല്ലയോ ഭഗവാൻ. അതായത് നമ്മളിവിടെ ബഹുമാനത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലയോ ഭഗവാൻ എനിക്ക് അങ്ങോട്ട് വ്യക്തത കിട്ടിയിട്ടില്ല, അങ്ങ് അല്പം കൂടി വിശദീകരിച്ചു കഴിഞ്ഞാൽ ഈ അർത്ഥമേ ഇവിടെ നമുക്ക് സ്വീകരിക്കേണ്ടൂ. അല്ലാതെ ഇവിടെ രഥസ്വാമി സാരഥിയോട് പറയുന്ന തരത്തിൽ അങ്ങോട്ട് നയിക്ക് എന്ന് പറയുന്നത് മാതിരി എന്താന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളത് പറ, അല്ലാതെ ചുമ്മാ കൂട്ടിക്കുഴയ്ക്കാതെ ഈ മാതിരിയുള്ള ഒരു സ്വരം അല്ല ഇവിടെ നമ്മൾ കാണേണ്ടത്. ഇത് പറഞ്ഞതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വാക്കുകൾ എവിടെയെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദേ കിടക്കുന്നു നിങ്ങളുടെ ഗീത എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന തരത്തിലുള്ള ആൾക്കാരാണ് ചുറ്റുപാടുമുള്ളത്. അപ്പൊ അത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ നമ്മളിങ്ങനെ ഈ പ്രഭാഷകനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗുരുക്കന്മാരാണെങ്കിലും നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഇവരൊന്നും ആരെയും ഈ യാതൊരു വിധത്തിലുള്ള
ഹർട്ട് ചെയ്യാത്ത തരത്തിൽ ഒരു വാക്കുപോലും ഇവരിൽ ഇവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്തിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ ആൾക്കാർ സംസാരിക്കുന്നത്. എങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്, അതായത് രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നവർ, രാഷ്ട്രീയക്കാരെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മുഴുവൻ ആൾക്കാരെയും അവരോടൊപ്പം നിർത്തുന്ന തരത്തിൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ശ്രേയസിനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആൾക്കാരെ സ്വതന്ത്രമായി വിട്ടുകൊണ്ട് ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടിയിട്ട് അവരെ നയിക്കുന്ന തരത്തിലേക്ക്, എന്നെ വിട്ടിട്ട് ലക്ഷ്യം കാണുക എന്ന് പറയുന്ന തരത്തിലേക്ക് ആരും കൊണ്ടുപോകത്തില്ല. പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നോക്ക, എന്നെ ഉപാസിച്ചോ, എന്നെ ആരാധിച്ചോ, എന്നെ ധ്യാനിച്ചോ, ഞാൻ നയിക്കാം എന്ന രീതിയിലാണ് രാഷ്ട്രീയമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാത്തിനകത്തും ഞാൻ ആണ് നിങ്ങളുടെ രക്ഷകൻ, എനിക്ക് ചുറ്റും നിൽക്ക് എന്ന് പറയുന്ന തരത്തിലേക്ക് ആൾക്കാരെ കൊണ്ടെത്തിക്കും. അപ്പൊ ആ തരത്തിൽ ഉള്ള ഒരു രീതിയിലല്ല ഭഗവാൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അർജുനന്റെ അടുത്ത് ഭഗവാന് ഇവിടെ ആവശ്യപ്പെടുന്നത് ഇവിടെ ഉത്കൃഷ്ടതയെ കാണിച്ചു കൊടുത്തിട്ട് അർജുന നിന്റെ ലക്ഷ്യം അതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും ഉപരിയായിട്ടുള്ള പരബ്രഹ്മ തത്വത്തെയാണ് ഭഗവാനെ അർജുനൻ ലക്ഷ്യമാക്കി വെച്ചു കൊടുത്തത്. അപ്പൊ ഇതേമാതിരി പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാം, നമ്മുടെ ഉപദേശിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്രസക്തമായിട്ട് മാറുന്നു. പകരം ലക്ഷ്യം നമ്മുടെ മുന്നിൽ നല്ല ജ്വലിച്ചു വരികയും ചെയ്യുന്നു. ഇപ്രകാരമാവുമ്പോൾ മാത്രമേ ജ്ഞാനം എന്ന് പറയുന്നത് അങ്ങോട്ടൊരു ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നിത്യഭക്തരായിട്ട് ഇങ്ങനെ കഴിഞ്ഞേണ്ടി വരും. ഞാൻ പറഞ്ഞ ഭഗവാന്റെ ഭക്തരായിട്ടല്ല, പകരം എന്ന് പറഞ്ഞാൽ പറയുന്നവരുടെ ഭക്തരായിട്ട്. ഇപ്പം കൂടുതൽ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ കാണുന്ന പ്രസ്ഥാനങ്ങൾ മുഴുവനും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം പ്രസ്ഥാനത്തിന്റെ ഭക്തന്മാരെ ഉണ്ടാക്കി വിടുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ഭക്തന്മാരാണോ ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്നവരുടെ ഭക്തന്മാരാണോ എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ കൂടിക്കുഴഞ്ഞിട്ട് അവര് അതൊരു ഇമോഷണലാണ്, അതായത് ഒരു വൈകാരികമായ ഒരു ആന്തോളനം എന്ന് പറയുന്നത് പോലെ ഈ വൈകാരികമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ എന്നുള്ള രീതിയിൽ, ഞങ്ങളുടെ ഗുരു എന്നൊക്കെയുള്ള രീതിയിൽ പോകുന്നു. അതിനകത്ത് ഇവർക്ക് ഇതിനകത്തൂടെ എന്താ കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. എങ്കിൽ കൂടിയും കൊള്ളാം, ഇങ്ങനെയൊക്കെയാണ് ഈ ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പം ഭഗവാൻ തീരുമാനിച്ചു, അതായത് ഇവിടെ അർജുനൻ അർജുനെ നിമിത്തമാക്കിക്കൊണ്ടാണ് ഈ ഉപദേശം എന്നുള്ളതിനാൽ ഭഗവാൻ വളരെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഉപദേശമാകിയാൽ വളരെ കൃത്യമായിട്ടുള്ള അളന്നു കുറിച്ചതായ വാക്കുകളാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. അല്ലയോ അർജുന, ശ്രീ ഭഗവാൻ ഉവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാപ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹേ അർജുന, ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ പറഞ്ഞു, ഹേ അനഘ, അസ്മിൻ ലോകേ സാഖ്യാനാം ജ്ഞാനയോഗേന യോഗിനാം കർമ്മയോഗേന ഇതി ദ്വിവിധാ നിഷ്ഠ പുരാ മയാ പ്രോക്ത. അല്ലയോ അനഘ പാപമില്ലാത്തവനെ, അഖം പാപം, അനഘ പാപമില്ലാത്തവനെ, അസ്മിൻ ലോകെ ഈ ലോകത്തിൽ, സാഖ്യാനാം ജ്ഞാനയോഗേന സാഖ്യന്മാർക്കായിട്ട് ജ്ഞാനയോഗവും യോഗിനാം കർമ്മയോഗേന യോഗികൾക്ക് കർമ്മയോഗവുമാകുന്ന ഇതി ദ്വിവിധാ നിഷ്ഠ ഇപ്രകാരമുള്ള രണ്ട് നിഷ്ഠകളെ മയാ പുരാ പ്രോക്ത എന്നാൽ പണ്ടേ പറയപ്പെട്ടു എന്ന്. അപ്പൊ രണ്ട് വിധത്തിലുള്ള നിഷ്ഠകൾ ഞാൻ പണ്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ഈ പണ്ട് തന്നെ എന്നുള്ളതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ കണ്ടു, ഭഗവാൻ ഇവിടെ പണ്ട് വിവസ്വാൻ ഉപദേശിച്ചു തുടങ്ങിയിട്ടുള്ള രീതിയിൽ നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ, ഇരുപ്രകാരമുള്ള നിഷ്ഠകൾ, അതിന് പുരാപ്രോക്താമയാനക എന്നാൽ പണ്ടേ തന്നെ പറയപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു നോക്കിക്കഴിയുമ്പോൾ എന്താണ് ഈ രണ്ട് നിഷ്ഠകള്, ആരൊക്കെയാണ്, അതിന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആരാണെന്നുള്ളതാണ്. അപ്പൊ ജ്ഞാനയോഗേന സാഖ്യാനാം. അപ്പൊ ജ്ഞാനയോഗേന സാഖ്യാനാം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം ബ്രഹ്മർഷി തുടങ്ങിയിട്ടുള്ളവരെ നമുക്ക് ജ്ഞാനയോഗ തൽപരരായിട്ട്, അതായത് ഭഗവത് കഥാമൃത രസ ആസ്വാദകരായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശുഖബ്രഹ്മർഷി തുടങ്ങിയിട്ടുള്ളവരെ പോലെയുള്ളവരെ നമുക്ക് കാണാം. അപ്പൊ ജ്ഞാനയോഗേന സാഖ്യാനം എന്ന് പറഞ്ഞാൽ ഇപ്രകാരമുള്ള ബ്രഹ്മനിഷ്ഠരായിട്ടുള്ളവരും, പിന്നെ കർമ്മയോഗേന യോഗിന, ഇവിടെ ജനകാദേഹ എന്നുള്ളതാണ് പ്രസിദ്ധമായ വാക്യം, അത് ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ജനക മഹാരാജാവിനെ പോലെയുള്ളവർ,
അപ്പോൾ ഇത് ജനക മഹാരാജാവിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ബൃഹദാരണ്യ ഉപനിഷത്തിനകത്താണുള്ളത്. അവിടെ യാജ്ഞവൽക്യ ജനക സംവാദം ഒക്കെ വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി, ഗാർഗി, മൈത്രേയി, അതേപോലെ ജനക മഹാരാജാവിന്റെ സദസ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ബൃഹദാരണ്യ ഉപനിഷത്തിനകത്ത് വിശദമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനക മഹാരാജാവ് ജ്ഞാന വിചാരം ചെയ്തുകൊണ്ട് തന്നെ രാജ്യം ഭരിച്ചു. അപ്പോൾ ഇപ്രകാരം അദ്ദേഹം കർമ്മയോഗി എന്ന പേരിൽ പ്രശസ്തനായി തീർന്നു. അതേപോലെ തന്നെ അദ്ദേഹം മുക്തൻ എന്നുള്ള രീതിയിൽ ഒരു സന്ദർഭത്തിൽ ഈ ശുഗബ്രഹ്മർഷിയെ പരീക്ഷിക്കുന്നവനായിട്ടും കൂടെ വരികയുണ്ടായി. അതിൻ്റെ ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശുഗബ്രഹ്മർഷിക്ക് ജ്ഞാനനിഷ്ഠ പൂർണ്ണമാണോ എന്ന് പരിശോധിക്കാൻ വ്യാസമഹർഷി ശുഗബ്രഹ്മർഷിയെ അയച്ചത് ജനക മഹാരാജാവിന്റെ അടുത്തിലേക്കാണെന്നാണ് കഥ പോകും. അപ്പോൾ ഇപ്രകാരം ജനക മഹാരാജാവിന് മുൻകൂട്ടി ഇൻഫർമേഷൻ കൊടുത്തിരുന്നു, എന്റെ പുത്രനെ ശുഗനെ ഞാൻ അയക്കുന്നുണ്ട്, ഒന്ന് പരിശോധിച്ചിട്ട് ജ്ഞാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം. അപ്പോൾ ഇതിന് കേട്ടിട്ട് ഭഗവാൻ ശുഗബ്രഹ്മർഷി അവിടെ എത്തുന്ന സന്ദർഭത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ ഈ ജനക മഹാരാജാവ് നടത്തുകയും അപ്പോൾ അതിലെല്ലാം വിജയിച്ചവനായിട്ട് ശുഗബ്രഹ്മർഷിയെ പ്രഖ്യാപിക്കുകയും ഇദ്ദേഹം സദാ ബ്രഹ്മനിഷ്ഠനാണെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇപ്രകാരം ശുഗബ്രഹ്മർഷിയെ പോലും പരീക്ഷിക്കത്തക്ക വിധത്തിൽ ജ്ഞാനനിഷ്ഠയോടുകൂടിയിരിക്കുന്നതാണ് ജനക മഹാരാജാവ്. എങ്കിലും പക്ഷെ ജനക മഹാരാജാവ് അറിയപ്പെടുന്നത് കൂടുതലും കർമ്മയോഗി എന്ന രീതിയിലാണ്. കാരണം അദ്ദേഹം രാജ്യം ഭരിക്കുക എന്ന കർമ്മത്തിൽ നിന്നും മാറി നിന്നില്ല. അപ്പൊ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം, ഒന്ന് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാരായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ല ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിൽ നിൽക്കുക എന്നാണ് അർത്ഥം. അപ്പം നമ്മളിത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇത് കാലാകാലങ്ങളായിട്ട് പറഞ്ഞ് ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തി. എന്നാൽ അതല്ല ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഉപനയനാനന്തരം യാതൊരുവന് ഈ പറഞ്ഞിരിക്കുന്ന ത്രൈവർണികര് യാതൊരു വിധത്തിലുള്ള യജ്ഞയാഗാദികൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ശ്രൗതവും സ്മാർത്തവുമായിട്ടുള്ള കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് ലോകരക്ഷ ചെയ്യുവാൻ വേണ്ടി പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, ലോകരക്ഷ എന്ന് പറയുന്നതാണ് അവിടുത്തെ. അതായത് ബ്രാഹ്മണനിലൂടെ ജ്ഞാനരക്ഷയും വൈശ്യരിലൂടെ ധനരക്ഷ, അതായത് സമ്പത്ത്, രാജ്യത്തിന്റെ സമ്പത്താണ്. വൈശ്യരിലൂടെ നിലനിൽക്കുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സമ്പത്താണ്. അപ്പോൾ വൈശ്യരിലൂടെ രാജ്യത്തിന്റെ സമ്പത്തും അതേമാതിരി ഈ സമൂഹത്തിന്റെ മുഴുവൻ ലോകത്തിന്റെ മുഴുവൻ സുരക്ഷിതത്വം ക്ഷത്രിയരിലൂടെയും ജ്ഞാനം മുഴുവനും ബ്രാഹ്മണനിലൂടെയും സംരക്ഷിക്കപ്പെട്ട് പോകുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ യാതൊരുവർ അനുഷ്ഠിക്കുന്നുവോ, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇങ്ങനെ നടന്നു പോകേണ്ടതായ കർമ്മങ്ങൾ യാതൊരു അനുഷ്ഠിക്കുന്നുവോ അതിന് യോഗ്യതയെ നേടിയവരായിട്ടുള്ളവരെയാണ് ഗൃഹസ്ഥർ എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് എങ്കിൽ കൂടിയും അവരെ ഈ പറഞ്ഞിരിക്കുന്ന ആശ്രമധർമ്മികൾ എന്നുള്ള വകുപ്പിൽ പെടുത്തിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് പറഞ്ഞിരിക്കുന്നത്? കർമ്മസന്യാസം എന്ന് പറയുന്നതും ജ്ഞാനസന്യാസം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. കർമ്മസന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നവർക്കാണ് കർമ്മസന്യാസം ഉള്ളത്. കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട വിധത്തില് ഒരു ശ്രുതിവിഹിതമായിട്ടുള്ള കർമ്മം ചെയ്യുവാൻ ഒരുവന് യോഗ്യത നേടിയ ശേഷം അപ്രകാരം എന്നാൽ ചെയ്യേണ്ടതാണ് എന്ന വിധത്തിൽ മയാ കർത്തവ്യ ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കെ അത് ശ്രുതിയാൽ നിയോഗിക്കപ്പെട്ട കർമ്മം ഉപേക്ഷിക്കുന്നത് ശ്രുതി നിയോഗിച്ച പ്രകാരം തന്നെ ഉപേക്ഷിക്കുമ്പോഴാണ് അതിനെ വിഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ശാസ്ത്രവിഹിതമായിട്ടുള്ള സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അപ്രകാരം യാതൊന്നും ചെയ്യാതെ തന്നെ സന്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു തരത്തിലുള്ള സന്യാസം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പിന്നീട് മാറിയതാണ്. അപ്പം പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനയനത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്നത്, ഗാർഹസ്ഥ്യത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്ന കർമ്മത്തെ
ഉപേക്ഷിക്കുന്നത് മറ്റൊരു സന്യാസം എന്ന് പറയുന്ന ഗാർഹസ്ഥ്യത്തിന്റെ വിരാമമായിട്ടുള്ള സന്യാസം എന്ന് പറയുന്ന തരത്തിലുള്ള സന്യാസമാണ് അന്ന് പറയപ്പെടുന്നതായ സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നതൊന്നുമല്ല. അപ്പൊ ഇന്നത്തെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സർവർക്കും വേണ്ടിയിട്ടുള്ള ജ്ഞാനസന്യാസമാണ് കൂടുതലും ഉള്ള സന്യാസം എന്ന് പറയുന്നത്, ജ്ഞാനികൾക്ക് വേണ്ടിയിട്ട്. അതല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ വിവിധിഷാ സന്യാസം എന്ന് പറയുന്ന മറ്റൊരു സന്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വിവിധിഷാ സന്യാസം എന്ന് പറഞ്ഞാൽ അറിയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിട്ട് സാധകനായി മാറുവാൻ വേണ്ടിയിട്ടുള്ള തുടക്കം എന്ന നിലയിലുള്ള സന്യാസം. അപ്പം കൂടുതലും പ്രചാരത്തിലേക്ക് മാറിയത് ഇതാണ്. അപ്പൊ എല്ലാവരും സാധകരായിട്ട് ഭക്തരായിട്ട് സ്വയം മാറുവാൻ വേണ്ടിയിട്ട് സന്യാസം സ്വീകരിക്കും. അപ്പൊ അവിടെ സാധകരായിട്ടാണ് ഇവർ മാറുന്നത്. സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ അതിലൂടെ അവർ പൂർണ്ണത എത്തിയില്ല. പകരം എന്ന് പറയുന്ന അവരവിടെ സാധന ആരംഭിച്ചു. അപ്പോൾ ഈ സാധന ആരംഭിച്ചു കഴിയുമ്പോൾ അവർക്ക് അതിനകത്തൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അനുയോജ്യമായുള്ള ആശ്രമങ്ങളിലായിരിക്കും അവരുടെ വാസം. അതോടൊപ്പം അനുയോജ്യമായ രീതിയിലുള്ള നിരന്തരം ഭജനയും അല്ലെങ്കിൽ സത്സംഗങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലത്തായിരിക്കും അവർക്ക് വസിക്കാനിടക്ക്. പിന്നെ അതേമാതിരി അവരെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ തരത്തിൽ തന്നെ അവരോട് പെരുമാറത്തുള്ളൂ. അതായത് വ്യാവഹാരിക തരത്തിൽ മറ്റുള്ളവരോട് പെരുമാറുന്ന തരത്തിൽ വ്യവഹാരിയായിട്ടുള്ള ഒരു വ്യക്തിയും പോയിട്ട് ഇങ്ങനെയുള്ളവരോട് സംസാരിക്കത്തില്ല. ഒരു അകലങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ ഇവരോട് സംസാരിക്കുന്നത്. അതായത് ഈ സാധാരണ വ്യക്തി എന്നതുപോലെ മറ്റുള്ളവർ ഒരിക്കലും ഈ സന്യസിച്ചു പോകുന്നവരെ പിന്നെ കാണത്തില്ല. അത് കുടുംബത്തിലുള്ളവർ പോലും കാണത്തില്ല എന്നുള്ളതാണ്. അത് മാതാപിതാക്കളാണെങ്കിലും കാണത്തില്ല, ഇപ്പൊ സഹോദരങ്ങളാണെങ്കിലും കാണത്തില്ല. അവർക്കെല്ലാം അന്യരായിട്ട് മാറി. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ സമൂഹത്തിന് മുഴുവനും അന്യരായിട്ട് മാറുന്നു ഒരുവൻ പെട്ടെന്ന് സന്യസിച്ചു കഴിയുമ്പോൾ. ഇന്നലെ വരെ കണ്ട ആളായിട്ട് ഇന്ന് അറിയപ്പെടാത്ത അന്യനായ ഒരു വ്യക്തിയായിട്ട് മാറുന്നു. ഇങ്ങനെയൊക്കെയുള്ളതും ഒക്കെ സംഭവിക്കും കൂട്ടത്തിൽ. അപ്പൊ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ അധ്യായത്തിന്റെ വിഷയം. ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞത് അർജുനനോട് ഉത്തമമായിട്ടുള്ളത് ജ്ഞാനമാണ്, പക്ഷേ അർജുന നീ കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതാണ് അർജുനൻ കയറി പിടിച്ചത്. എന്നിട്ട് ഭഗവാൻ അതിന് പറയുകയാണ്, എന്താണ് സന്യാസം, എന്താണ് അർജുന നീ ഉദ്ദേശിക്കുന്ന സന്യാസം, എന്താണ് അർജുന ഞാൻ ഉദ്ദേശിക്കുന്ന സന്യാസം. ഇതിന്റെ വ്യത്യാസം ഹേ അർജുന നീ നല്ലപോലെ കേട്ടുകൊള്ളൂ. 4-ാമത്തെ ശ്ലോകം. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ നച്ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷഃ നാശ്നുതി സന്യസനാദേവ ച സിദ്ധിം ന സമധിഗച്ഛതി. ഹേ അർജുന, കർമ്മണാം അനാരംഭാത് കർമ്മം ചെയ്യാണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് നൈഷ്കർമ്മ്യം പുരുഷഃ നാശ്നുതി. നൈഷ്കർമ്മ്യം കർമ്മരഹിത ഭാവം. കർമ്മരഹിത ഭാവത്തെ പുരുഷഃ നാശ്നുതേ പുരുഷൻ പ്രാപിക്കുന്നില്ല. സന്യസനാദേവച്ച സന്യാസം കൊണ്ട് തന്നെ സിദ്ധിം ന സമധിഗച്ഛതി സിദ്ധിയെ പ്രാപിക്കുന്നില്ല. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഭഗവാൻ ഇങ്ങനെ പറയുന്നത്. അപ്പം ഇവിടെ ഭഗവാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കർമ്മണാം അനാരംഭാത് കർമ്മം ചെയ്യാണ്ടിരുന്നു എന്നതുകൊണ്ട് നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുകയില്ല. അപ്പൊ നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയും. നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം യസ്മാത് ഗതഃ എന്ന്, കർമ്മ യസ്മാത് ഗതഃ നിഷ്കർമ്മ എന്ന്. അപ്പൊ ഈ നിഷ്കർമ്മസ്യ ഭാവഃ യഹ നിഷ്കർമ്മഃ യസ്മാത് കർമ്മ ഗതഃ തസ്യ ഭാവഃ എന്ന്. അപ്പൊ യാതൊരുവനിൽ നിന്ന് കർമ്മം ഒഴിയപ്പെട്ടുവോ, അത് കർമ്മരഹിതനായിട്ട് യാതൊരുവൻ മാറപ്പെട്ടുവോ അവനെയാണ് നിഷ്കർമ്മൻ എന്ന് പറയുന്നത്. അപ്പൊ നിഷ്കർമ്മത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വ്യക്തിക്ക് കർത്തൃത്വമില്ലായ്മയാണ് സംഭവിക്കുന്നത്. അപ്പം കർത്തൃത്വത്തോടു കൂടിയിട്ടുള്ള ഒരുവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാണ്ടിരുന്നു എന്നതുകൊണ്ട് കർത്തൃത്വം ഇല്ലാതാവുന്നില്ല. അവൻ ഇപ്പോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് ഒരു പ്രത്യേക ഭാവത്തിൽ ഒന്നും ചെയ്യാത്തവനാണ് ഞാനെന്നുള്ള ഒരു അഹങ്കാര വിമൂഢാത്മാവായിട്ട് നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് സാരം. ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
കർത്ത എന്നുള്ള പരിമിതത്വം നിലനിൽക്കെ യാതൊരുവൻ കർമ്മം ചെയ്യാണ്ടിരിക്കെ നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന അപരിമിത ഭാവത്തെ പ്രാപിച്ചു എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവിന് നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന അപരിമിത ഭാവത്തെ ഭാവന കൊണ്ട് നേടുവാൻ സാധിക്കുകയില്ല അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് അകർത്തൃത്വത്തോടൊപ്പം പോകുന്നതാണ്, കർത്താവിനോടൊപ്പം പോകുന്നതല്ല. ഇതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ കർത്താവ് ആയിട്ടിരിക്കെ നൈഷ്കർമ്മ്യം കർമ്മം ചെയ്യാണ്ടിരുന്ന് നേടുന്നതല്ല എന്ന്. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോൾ ഉപേക്ഷിക്കേണ്ട ഏതിനെയാണ്? ഭഗവാൻ പറയുന്നു അർജുന കർത്തൃത്വത്തെയാണ് ഉപേക്ഷിക്കേണ്ടത്, അല്ലാതെ കർമ്മത്തെയല്ല എന്ന്. കർത്തൃത്വം ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് മാറുന്നതാണ് കർമ്മം, അല്ലാതെ കർത്താവ് സ്വയം ഉപേക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നല്ല കർമ്മം. കാരണം കർത്താവിൽ നിന്നും അഭേദ്യമായിട്ടുള്ള, കർത്താവിന് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നാണ് കർമ്മം. കാരണം കർമ്മമാണ് ഒരുവനെ കർത്താവാക്കുന്നത് എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കർത്താവ് അല്ലാതായി പോകുമോ എന്നാണ്. അങ്ങനെയല്ല, പകരം കർത്താവിന് നിത്യത്വമുണ്ട്. പുരുഷ കർത്ത എന്ന്. പുരുഷ സ്വതന്ത്ര കർത്ത മാനുഷ ചേത് എന്ന്. അപ്പൊ മനുഷ്യനാണ് എങ്കിൽ കർത്താവാണ്, ജന്മനാ കർത്താ ഭവതി. അതുകൊണ്ട് അവിടുത്തെ ആ കർത്താവാകട്ടെ, ആ കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു യജ്ഞകർത്താവ് എന്ന് പറയത്തില്ല. പകരം ഇപ്പം ഉപനയനാരംഭത്തോടുകൂടി ഗാർഹസ്ഥ്യാശ്രമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ത്രൈവർണികര് അവിടെ യജ്ഞകർത്താക്കളായിട്ടാണ് കാണുന്നത്. സാധാരണ സർവ്വമനുഷ്യരും കർത്താക്കളാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഹിതമായിട്ടുള്ള സ്മാർത്ഥവും ശ്രൗതവുമായിട്ടുള്ള കർമ്മം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം കർമ്മയോഗികളായിട്ടാണ് മാറുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഉപനയനാനന്തരം സന്യാസമാണ് എല്ലാവർക്കും ശ്രുതി ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി അങ്ങോട്ട് ഉപദേശിച്ചു. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദോപദേശം തുടങ്ങി. ബാലനെ വിളിച്ചു, പഠനം കൊടുത്തു, പഠിപ്പിച്ച് അതിന്റെ പരമകാഷ്ഠയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, പൂർണ്ണതയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉടൻ തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തു. ഓപ്ഷൻ ഇതാണ്: ഇനിയിപ്പോൾ നേടേണ്ടതായിട്ടുള്ളത് പരബ്രഹ്മ പ്രാപ്തിയാണ്, മുക്തിയാണ്. അതിനാൽ സർവസംഘ പരിത്യാഗിയായിട്ട് പോകുവാനാണ് നിന്റെ താല്പര്യമെങ്കിൽ പൊക്കോളൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ അന്ന് ആലോചിക്കണം, നമ്മൾ ഇന്നത്തെ കാണുന്ന തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് സമൂഹമല്ല. അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കലും പിടിച്ചു പറിക്കലും ആധിപത്യം സ്ഥാപിക്കലും ഇതൊന്നും അല്ല. ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഒരു കുടുംബമാണ്. അപ്പൊ ഒരു കുടുംബത്തിനകത്ത് ഇന്ന് ഒരു കുടുംബത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ആരെങ്കിലും ഒക്കെ കൊല്ലലും ഒക്കെ. കഴിഞ്ഞ ദിവസവും കണ്ടു, ഒരു സഹോദരൻ വേറൊരു സഹോദരനെ ഞെക്കി കൊല്ലുന്ന ഇത്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ പുറത്തിറങ്ങി. ആരാണ് വീഡിയോ ഇറങ്ങിയതെന്ന് കണ്ടില്ല. അതിലൂടെ മനസ്സിലായി ഇത് കൊലപാതകമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹമൊന്നും അല്ല അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇവിടെ ഒരു ഐഡിയൽ സൊസൈറ്റി, അതിനെയാണ് ശാസ്ത്രത്തിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ലോകമേ തറവാട് എന്നുള്ള ആ ഒരു ഇതിൽ എവിടെ പോയി കഴിഞ്ഞാലും സ്വതന്ത്രനായിട്ട് ആർക്കും നടക്കാം. എവിടെ പോയി കഴിഞ്ഞാലും ഭീതി ഇല്ലാത്തവനായിട്ട് നടക്കാം. എവിടെ പോയി കഴിഞ്ഞാലും കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും എല്ലാം ഉണ്ട്. എല്ലാവരും സുരക്ഷിതമായിട്ടുള്ളത് എങ്ങനെയായിട്ടുള്ള ഒരു രാജ്യം, ഒരു രാജ്യം തന്നെ അങ്ങനെയാണ്. ഇതൊക്കെയായിരുന്നു അവിടെ ഒരു ഐഡിയൽ സൊസൈറ്റി ആയിട്ട് നമുക്ക് ശാസ്ത്രത്തിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ യാഥാർത്ഥ്യം അതല്ല മറ്റു തരത്തിലാണെന്ന് പറയുന്നവരുടെ അടുത്ത് നമുക്ക് ആ കാര്യത്തിനെക്കുറിച്ച്, നമ്മളതിന്റെ വസ്തുസ്ഥിതിയെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ചല്ല, നമ്മൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയൽ സൊസൈറ്റിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. കാരണം നമുക്ക് ഹിസ്റ്ററി അത്ര വശമില്ല. അതുകൊണ്ട് ഇനി ഹിസ്റ്ററി ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അവർ നല്ല കാര്യം. അപ്പം ഇവിടെ നചസന്യസനാദേവ, രണ്ടാമത്തെ വരിയിൽ തുടക്കം ഇതാണ് ഭഗവാൻ പറയുന്നത്. നചസന്യസനാദേവ, സന്യാസം കൊണ്ട് മാത്രം, സന്യാസം കൊണ്ട് മാത്രം ന സിദ്ധിം സമധിഗച്ഛതി, സിദ്ധിയെ ആരും പ്രാപിക്കുന്നില്ല. ഇവിടെ സിദ്ധി എന്ന് പറയുന്നത് നൈഷ്കർമ്മ്യ സിദ്ധിയാണ്. അപ്പോൾ ഈ നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്നതിനെ സന്യാസം കൊണ്ട് ഒരുവന് നേടുവാൻ സാധിക്കത്തില്ല. അപ്പൊ ഇവിടുത്തെ സന്യാസം ഏതാണ്? ഇവിടുത്തെ സന്യാസം എന്ന് പറയുന്നത് ഇവിടെ വിധിപ്രകാരമുള്ള കർമ്മസന്യാസമാണ്. അപ്പം കർമ്മത്തെ ഉപേക്ഷിച്ചു. ഇപ്പൊ അർജുനനാണെന്നുണ്ടെങ്കിൽ
ശ്രൗതകർമ്മമല്ല, സ്മാർത്ഥകർമ്മമാണ് ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അർജുനന് ക്ഷത്രിയനായതുകൊണ്ട് യുദ്ധം എന്ന് പറയുന്നത് സ്മാർത്ഥകർമ്മമാണ്. അപ്പൊ സ്മാർത്ഥകർമ്മത്തില് സ്മൃതി പറഞ്ഞിരിക്കുന്ന കർമ്മം. അപ്പൊ നമുക്കിതിനകത്ത് കാണാം ഈ ശ്രുതി നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ശ്രൗതമെന്നും സ്മൃതി നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മങ്ങളെ മുഴുവൻ സ്മാർത്ഥം എന്ന് പറയുന്നു. അപ്പൊ സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള സ്മൃതിയുണ്ട്. ആപസ്തംഭ സ്മൃതി, മനുസ്മൃതി, ഇങ്ങനെ പരാശര സ്മൃതി, ഇങ്ങനെ അതായത് ഒരു ഗോത്രത്തിനും സമൂഹത്തിനും ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ മാതിരി ഒരു ഒറ്റ സമൂഹം എല്ലാവരും കൂടെ ചേർന്ന ഒറ്റ സമൂഹം എന്നല്ല. ഓരോരുത്തർ ഓരോരോ ചെറിയ സമൂഹങ്ങൾ. ആ സമൂഹത്തിനുള്ളിൽ ഒരു പരമ്പരയിലുള്ളവര്, ഒരു ദേശത്തുള്ളവര്, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കും സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളവർക്കാണെങ്കിൽ പൊതുവായിട്ട് നയിക്കപ്പെടുന്നതായിട്ടുള്ള അവർ പാലിക്കുന്നതായിട്ടുള്ള നിയമങ്ങളുടെ ഒരു സംഹിത ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഈ ധർമ്മസംഹിതകളായിട്ട്. അങ്ങനെയൊക്കെ നമുക്ക് നൂറുകണക്കിന് ധർമ്മസംഹിതകളുണ്ട്. നമുക്കിവിടെ ആയിരക്കണക്കിന് ടെക്സ്റ്റുകളുണ്ട്. അതിന്റെയൊക്കെ പേരുകൾ തന്നെ എന്ന് പറയുന്നത് പോലും ബുക്കുകളൊക്കെ ഇന്നും അവൈലബിൾ ആണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ബുക്കിന് വേണമെങ്കിൽ ഏത് സ്മൃതി വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഗൂഗിളിൽ ഒരു സെർച്ച് കൊടുത്താൽ മതി, അത് കിട്ടും. മിക്കവാറും എല്ലാ ടെക്സ്റ്റുകളും സംസ്കൃതത്തിൽ തന്നെയാണ്. കാരണം അതൊന്നും അതിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും ആൾക്കാരില്ല. ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ആർക്കും സമയമില്ല. പിന്നെ ആരെങ്കിലും ഇതിനകത്ത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ അവരവരുടെ ആവശ്യത്തിന് കുറച്ച് പഠിച്ചു, അതിനുശേഷം എന്ന് പറയുന്നത് പിന്നീട് എൻ്റെ ഒന്നും ഉത്തരവാദിത്വം അല്ല എന്നുള്ള നിലയിൽ അങ്ങ് വിട്ടും കളയും. അപ്പം പിന്നെ ഇത് ആരുടെ ഉത്തരവാദിത്വമാണെന്ന് ഇപ്പൊ ഇത് മുഴുവൻ പ്രിസർവ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്തോ ഇത് ആരെയോ ഏൽപ്പിച്ച പോലെ ഉത്തരവാദിത്വം. നമുക്ക് കാണാം സൊസൈറ്റി ഈ ആധ്യാത്മിക ആചാര്യന്മാരെ അങ്ങനെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഇത് നിങ്ങൾ ചെയ്യേണ്ട ധർമ്മം ഇതാവുന്നു എന്ന് പറഞ്ഞിട്ട് ആധ്യാത്മിക ആചാര്യന്മാരെ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുമില്ല, സൃഷ്ടിച്ചെടുത്തിട്ടുമില്ല. എന്നാൽ ഓരോരുത്തരും ആരെങ്കിലുമൊക്കെ ആധ്യാത്മികതയിലേക്ക് പോകുന്നതെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതാണ്. അവർ പോകുന്നത് അവരുടെ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്കിവിടെ പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇതിനെ വേണ്ട വിധത്തിൽ പ്രിസർവ് ചെയ്യാനും അത് സംരക്ഷിച്ചു കൊണ്ടുപോകുവാനും ഒരു വ്യവസ്ഥാപിതമായ ഒരു രീതി, ഒരു സംവിധാനം നമുക്കില്ല. അതിന്റെ ഒരു അപാകതയുണ്ട്. ഇപ്പോഴും നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെങ്കിലും താല്പര്യമുണ്ട്, എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ, വിവർത്തനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പൊ ഇതിന് ഒരു വ്യത്യാസമുള്ളതെന്ന് പറയുന്നത് ഇപ്പം ചില ഈ IIT അതേമാതിരിയൊക്കെ അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലത് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ചില സംസ്കൃത കോളേജുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ പരിമിതമാണെന്ന് മാത്രം. ഇതിന്റെ നമുക്ക് ഉള്ള സംസ്കൃത ടെക്സ്റ്റുകളുടെ വ്യാപ്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അതിന്മേൽ നടക്കുന്ന വർക്കുകൾ വളരെ തുച്ഛമാണ്, പരിമിതമാണ്. പഴയ ടെക്സ്റ്റുകൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് പുതിയ ടെക്സ്റ്റ് പോലും ആർക്കും ഒരെണ്ണം പുറത്തിറക്കാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഇറക്കിക്കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് തന്നെ സംശയമായിട്ടുള്ള രീതിയിലൊക്കെയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് പുതിയ ശ്ലോകങ്ങൾ, സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങൾ, ഇതൊന്നും നമ്മളിപ്പം കാണുന്നേ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും അതിനൊക്കെ എന്ന് പറയുന്ന ഒരു പ്രചാരം പോലും കിട്ടുന്നതായിട്ടില്ല. അപ്പൊ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ പഴയ ഉപനിഷത്തും ഈ ഗീതയും തുടങ്ങിയിട്ടുള്ള ഇതിന് സമാനമായിട്ട് പുതിയ ടെക്സ്റ്റ് പോലും വരത്തക്ക തരത്തിലുള്ള ഒന്നുമില്ലാത്ത തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്കൊരു സമൂഹത്തിന്റെ ഒരു അശ്രദ്ധയാണെന്ന് കാണാം, സമൂഹത്തിന്റെ അശ്രദ്ധയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇതിന് ഉപായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സമൂഹം തന്നെ തീരുമാനിക്കണം. അപ്പൊ നജ സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛത്. ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരു താല്പര്യം എടുത്തിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതൊരു പരിമിതമായ സംഘടനയുടെ ഭാഗമായിട്ട് അങ്ങ് മാറുകയും ചെയ്യും. അതും വേറൊരു പ്രശ്നമാണ്. പിന്നീട് അവരുടെ സ്റ്റാമ്പ് അതിനകത്ത് വീഴ്ത്തുക എന്നുള്ള രീതിയിൽ അതിലേക്ക് മാറും. നഹി കശ്ചിക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹി അവശ്യകർമ്മ സർവ പ്രകൃതിജൈർ ഗുണൈഹി. അപ്പൊ ഭഗവാൻ ഇവിടെ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനം ഇതാണ്, 5-ാമത്തെ ശ്ലോകം. കശ്ചിദപി ക്ഷണമപി ജാതു അകർമ്മകൃത് തിഷ്ഠതി സർവഃ പ്രകൃതിജൈഹി ഗുണൈഹി അവശഃ സൻ കർമ്മ കുരുതേ കർമ്മ കാര്യതേ കർമ്മ. അപ്പം കശ്ചിദപി ഒരാൾ പോലും ക്ഷണമപി ജാതു അകർമ്മകൃത് തിഷ്ഠതി, ഒരു ക്ഷണം പോലും കഥാചിത്ത്. ഇപ്പം ജാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഥാചിത്ത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ക്ഷണമപി ജാതു അകർമ്മകൃത് തിഷ്ഠതി, ഒരു ക്ഷണം പോലും ഒരുവനും ഒരു സമയവും അകർമ്മകൃത്തായിട്ട് നിൽക്കുന്നില്ല. കഥാചിന എന്ന് പറഞ്ഞാൽ
ഒരിക്കൽ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ജാതു എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കൽ പോലും അകർമ്മകൃത്തായിട്ട് നിൽക്കുകയില്ല ആര്? കർത്താവ് എന്ന്. അപ്പം കശ്ചിത് എന്നിവിടെ ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സാധാരണ ഒരു വ്യക്തി. അപ്പൊ ഏതൊരു വ്യക്തിക്കും ഇവിടെ ഒരു നിമിഷം പോലും അകർമ്മകൃത്തായിട്ട് നിൽക്കുക സാധ്യമല്ല അർജുന എന്ന്. അപ്പൊ ഇത് ഭഗവാന്റെ പ്രഖ്യാപനമാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ഭാവന ചെയ്തിട്ട് ആ ഒരു ഭാവനയിൽ അകർത്താവായിട്ട് നിൽക്കുന്നു എന്ന ഭാവന കൊണ്ട്, അല്ലെങ്കിൽ ശിവോഹം എന്ന ഭാവന ചെയ്ത് നിർത്തി എന്നതുകൊണ്ട് അവിടെ എന്നിട്ട് അകർത്തത്തിലാണ് നിൽക്കുന്നതെന്ന് ഭാവിച്ചത് കൊണ്ട് പോകുന്ന ഒന്നല്ല അകർത്തൃത്വം എന്ന്. അപ്പൊ ഇതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. സർവഹ പ്രകൃതിജൈഹി ഗുണൈഹി അവശഹാസൻ കർമ്മ കാര്യത്തെ എന്ന്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ് അങ്ങനെ പറയാൻ കാര്യമെന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സർവഹ എല്ലാവരും പ്രകൃതിജൈഹി ഗുണൈഹി പ്രകൃതിജങ്ങളായിട്ടുള്ള, പ്രകൃതിയിൽ നിന്ന് ജനിച്ചതിനെയാണ് പ്രകൃതിജം എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയിൽ നിന്ന് ജനിച്ചതായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സത്വം രജസും തമസിനും അനുസൃതമായിട്ട് എന്തൊക്കെയാണോ ഇവിടെയുള്ളത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വികവും രാജസവും അതായത് താമസികവുമായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ട് അവശഹാസന് അവശതയായിട്ട്, അതായത് ഭോഗാസക്തിയോട് കൂടിയവനായിട്ട്, രാഗദ്വേഷത്തോടു കൂടിയവനായിട്ട് ചിലതങ്ങോട്ട് തീരുമാനിക്കും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോകത്തില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാരണമൊക്കെ പണ്ടേ മറന്നുപോയി. അപ്പൊ അവിടെ പോകത്തില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ അവിടെയാണ് വാശി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ വാശിയോടുകൂടി ഞാൻ അവരോട് മിണ്ടത്തില്ല എന്നൊരു വാശി. അപ്പൊ അതേമാതിരി ഇങ്ങനെയൊക്കെയുള്ള വാശിയോടുകൂടി നിൽക്കുന്ന മനുഷ്യര് അവര് ഞാൻ അകർമ്മകൃത്താണ്, ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ് എന്നങ്ങോട്ട് ഭാവന ചെയ്തു എന്നതുകൊണ്ട് വാശി അവിടെ ഒരു ഭാഗത്ത് കിടക്കുന്നു. ഭാവനയിൽ പൂർണ്ണബ്രഹ്മമാണെന്ന് ഭാവന ചെയ്തു. എവിടെയാണ് യോജിപ്പെന്ന ഒരു പിടുത്തവുമില്ല യോജിപ്പ്. അപ്പൊ ഇതേമാതിരിയുള്ളത് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ വാശിയുള്ളതും, പിന്നെ വാശിയെന്ന് പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമേ പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സാധാരണ ഏതു വ്യക്തിയിലും കാണുന്ന സർവ വൈകാരിക ദോഷങ്ങളും, അപ്പം ഈ വികാരങ്ങൾ ദോഷങ്ങളല്ല, പക്ഷേ ദോഷങ്ങളോട് കൂടി നിൽക്കുന്ന വികാരങ്ങളുണ്ട്. ഒരു വികാരം ജസ്റ്റ് ഒരു വികാരം മാത്രമേ ഉള്ളൂ. അതിനകത്ത് അതൊരു ദോഷം എന്ന് പറയുന്നോ ഗുണമെന്നോ പറയേണ്ടതില്ല. അതങ്ങനെയാണ്. ഒരു വികാരം എന്ന് പറഞ്ഞ ഒരു മാറ്റം. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പം ക്രോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദോഷം. ആർക്ക് ദോഷമെന്നാണ്? ഭഗവാന് ദോഷം എന്നല്ല. ഭഗവാന് ക്രോധം ഭൂഷണമാണ്, ദോഷമല്ല. അപ്പം ക്രോധത്തോട് നിൽക്കുന്ന പരമേശ്വരൻ അത് കണ്ടിട്ട് ഭഗവാനെ ആരെങ്കിലും മോശമെന്ന് പറയുന്നു? പരമേശ്വരൻ ക്രോധാവിഷ്ടനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഹരഹര മഹാദേവ ജയ ജയ മഹാദേവ എന്ന് മംഗളം പാടുകയാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു വികാരമുണ്ട് എന്ന് പറയുന്നത് വികാരമായിട്ട് നോക്കിക്കഴിയുമ്പോൾ അത് ദോഷമല്ല, അതൊരു വിഭൂതിയാണ്, ഐശ്വര്യമാണ്. പക്ഷെ അത് ആർക്ക് എന്ന് നോക്കുമ്പോൾ, എന്തിനാൽ എന്നൊക്കെ നോക്കുമ്പോഴാണ് അത് ദോഷമെന്നോ ഗുണമെന്നോ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മളിതിനെ വേർതിരിച്ച് കാണുന്നത്. ഇങ്ങനെ വേർതിരിച്ച് കണ്ടു കഴിയുമ്പോൾ മനസ്സിനകത്ത് വളരെയധികം റിലീഫ് ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കും കൂടെയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കണം, നമ്മൾക്ക് ഇപ്രകാരം നമ്മൾ ഇതേമാതിരി കടുത്ത രാഗവും കടുത്ത ദേഷ്യവും അത് നമ്മൾ പ്രകടിപ്പിക്കാതെ മൂടി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് പ്രകടിപ്പിക്കുമ്പോൾ വളരെയധികം അത് നമ്മളെ തന്നെ പീഡിപ്പിക്കുന്നതായിട്ട് മാറുന്നു. അതല്ലെങ്കിൽ മറ്റുള്ളവർ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നവർക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് തോന്നുന്നു. അതിനുശേഷം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ശിവോഹം 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 ഞാൻ പരബ്രഹ്മമാണ്, പിന്നെന്താ പ്രശ്നം എന്നൊക്കെയുള്ള ഭാവത്തിലിരുന്ന് കഴിഞ്ഞാൽ ഇത് വെറും വാക്ക് മാത്രം. വായെടുത്ത് ഒരു ചിന്തയുടെ അറ്റത്ത് നിൽക്കുന്നത് ഒരു ചിന്ത, ആ ചിന്ത പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ കഥയിലേക്ക് പറയാൻ തുടങ്ങും. ആ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ മാതിരി ഈ പൊട്ടിയ പ്ലേറ്റ് ഇത് പ്ലെയർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മാതിരി പഴയ കഥ തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പുതുതായിട്ടൊന്നും പറയാനില്ല, പഴയ കഥ തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് പുതിയ കഥ ഇല്ലാത്തവർ ഭാഗവതത്തിലേക്ക് അങ്ങ് തിരിയണമെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ രാമായണത്തിലേക്ക് തിരിയണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ കഥകൾ പുതിയത്. അവിടെയും നമ്മൾ പഴയ കഥകൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കരുത്. പകരം എന്ന് പറഞ്ഞാൽ പുതിയ കഥ, നവം എന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകും. എന്ത് ചെയ്താലെന്ന് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സന്യസിച്ചിട്ട് ഇത് സന്യസിച്ചു എന്നുള്ള ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ,
അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ന് പറയുന്നത് ആ അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ. എന്തിനുള്ള അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ ഈ വാശി, വൈരാഗ്യം, കാമം, ക്രോധം തുടങ്ങിയവയെല്ലാം നിൽക്കുന്നതായ ആ മനസ്സിനെ ജയിക്കുവാൻ വേണ്ടുന്നതായ സാധന ചെയ്യുന്നതിന് പകരം, അതിനെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാനുള്ള ശേഷി ആർജിക്കുന്നതിന് പകരം, അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ അത് മുഴുവൻ മാറ്റിവെച്ചിട്ട് അത് മറ്റുള്ളവരുടെ ദോഷത്തിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ആരോപണവും കൂടെ നടത്തിയിട്ട്, അതായത് മറ്റുള്ളവരെ എല്ലാം ആരോപണം നടത്തുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ആരും മറ്റുള്ളവരുടെ അടുത്ത് നന്നായി പെരുമാറിക്കൊള്ളാം എന്നുള്ള രീതിയിൽ അല്ല ഇവിടെ നമ്മൾ പൊതുവെ സമൂഹത്തിൽ കാണുന്നത്. സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്നതും എല്ലാവരും ആവശ്യപ്പെടുന്നു, എന്നോട് എല്ലാവരും നന്നായിട്ട് പെരുമാറണമെന്നുള്ള രീതിയിലാണ് ആവശ്യപ്പെടുന്നത്. ഞാൻ നിങ്ങളോട് നന്നായിട്ട് പെരുമാറിക്കൊള്ളാം എന്നുള്ള രീതി അത് സമൂഹത്തെ ഭയന്നിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാർത്ഥതൽപരരാണ് എല്ലാവരും. അപ്പോൾ ആ സ്വാർത്ഥതൽപരയിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം സമൂഹത്തിൽ നിന്ന് ഞാൻ സ്വാർത്ഥനല്ല എന്ന് പ്രഖ്യാപിക്കാൻ സാഹസം കാണിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ നോക്കണം, ആ വ്യക്തി ശരിക്കും അപ്രകാരം ചെയ്യുന്നൊരു വ്യക്തിയാണോ. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ കാണാം, ചിലർ അങ്ങനെയാണെങ്കിൽ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. എങ്കിൽ കൂടിയും ഇവിടെ സന്യാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനമല്ല സന്യാസം, അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. സന്യസിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകോദ്ധാരണവും സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് അരി വിതരണം തുടങ്ങിയിട്ടുള്ള രീതിയിലേക്ക് പട്ടിണി മാറ്റാൻ ഓടി നടക്കില്ല, ആൾക്കാർക്ക് വീടുണ്ടാക്കാൻ ഓടി നടക്കില്ല, ഈ മാതിരിയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യേണ്ടവനായിട്ടാണ് മാറുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമങ്ങൾ ഉണ്ടാക്കലോ, അതല്ലെന്നുണ്ടെങ്കിൽ ഗോസംരക്ഷണം, അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണം, ബണ്ട് കെട്ടൽ, ഇങ്ങനെയൊക്കെയുള്ള റോഡിൽ കാണുന്ന ചപ്പുചവറുകൾ വാരിക്കളയൽ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് പോകുക എന്ന് പറയുന്നതെല്ലാം സാമൂഹ്യ സേവനമാണ്. അത് സന്യാസം കൊണ്ട് നേടേണ്ട ഒന്നല്ല, അത് അല്ലാണ്ട് തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ചെയ്യുന്നതാണ്. അപ്പം പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ സന്യാസം എന്ന് പറയുന്നത്? അപ്പോൾ അവിടെയാണ് ഭഗവാന് ഇവിടെ സന്യാസത്തെക്കുറിച്ച് ഞാനിപ്പം പോകുന്നില്ല, പകരം ഞാൻ കർമ്മത്തെക്കുറിച്ച് പറയാം. ഇതാണ് ഭഗവാന് ഈ അർജുനന് കർമ്മം എന്താണെന്നും അതിൻ്റെ രീതി എന്താണെന്നും അത് കർമ്മയോഗമാവുന്നത് എങ്ങനെയാണെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇനിയും പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്നതിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കി ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എന്താ? കർമ്മമാണ് വിഷയം. അതുകൊണ്ട് കർമ്മം വിഷയമാകിയാലാണ് കർമ്മയോഗ എന്ന ഈ അധ്യായത്തിന് പേര് വന്നത്. അല്ലാതെ നമ്മളവിടെ തന്നെ ജ്ഞാനയോഗവും കർമ്മയോഗവും, അതുകൊണ്ട് 3-ാം അധ്യായം കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു, അങ്ങനെയല്ല. 3-ാം അധ്യായം കർമ്മത്തെക്കുറിച്ച് പറയുന്നു. കർമ്മയോഗത്തെക്കുറിച്ച് 2-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, കർമ്മയോഗത്തെക്കുറിച്ച് 3-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, കർമ്മയോഗത്തെക്കുറിച്ച് 4-ാം അധ്യായവും 5-ാം അധ്യായവും സർവ്വാധ്യായങ്ങളിലും കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സർവ്വാധ്യായങ്ങളിലും ജ്ഞാനയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാനവും കർമ്മയോഗവുമാണ് മുഴുവൻ ഭഗവത്ഗീതയുടെയും വിഷയം. അതുകൊണ്ട് കർമ്മയോഗവും ജ്ഞാനവും ഇല്ലാത്തതായിട്ടുള്ള ജ്ഞാനയോഗം, കർമ്മയോഗവും ജ്ഞാനയോഗവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജ്ഞാനയോഗം എന്ന് പറയുന്നത് ജ്ഞാനം എന്ന് മാത്രം പറഞ്ഞാൽ മതി. കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കർമ്മയോഗം. അതേസമയം ജ്ഞാനത്തിൽ നിന്ന് വ്യത്യസ്തമല്ല ജ്ഞാനയോഗം. അവിടെ രണ്ടും ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ട് ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ അത് പോപ്പുലറായിട്ട് മാറിയ വാക്കായതുകൊണ്ടാണ് ജ്ഞാനയോഗം എന്നുള്ളത് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാവുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തത്. കൂടുതൽ പോപ്പുലറായിട്ടുള്ള വാക്കാണ്. ജ്ഞാനം എന്ന് മാത്രം ആരും പറയത്തില്ല, പകരം ജ്ഞാനയോഗം എന്നുള്ള പ്രയോഗത്തിലേക്ക് അത് വന്നു. അപ്പോൾ ഇവിടെ ഇത്രയും നമ്മൾ മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ ഭഗവാൻ ഇവിടെ പറയാൻ പോവുകയാണ് എന്താണ് കർമ്മം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. നമ്മൾ 5-ാമത്തെ ശ്ലോകം ആണിപ്പോൾ കഴിഞ്ഞത്. ഇപ്പോൾ 6-ാമത്തെ ശ്ലോകം. 6 കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ്സ ഉച്യതേ. അപ്പോൾ ആ കർമ്മത്തിലേക്ക് വരുന്നതിന് മുമ്പ് സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ സന്യാസമല്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാന് ഒരു ശ്ലോകം കൂടെ പറയുകയാണ്. കർമ്മേന്ദ്രിയാണി സംയമ്യ. ഈ ശ്ലോകം എന്ന് പറയുന്നത് മിഥ്യാചാര നിന്ദ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഹ മൂഢാത്മാ കർമ്മേന്ദ്രിയാണി സംയമ്യ ഇന്ദ്രിയാർത്ഥാൻ മനസാ സ്മരൻ ആസ്തേ സഹ മിഥ്യാചാര ഇതി ഉച്യത്തെ. യഹ മൂഢാത്മാ, യാതൊരു മൂഢാത്മാവാണോ
കർമ്മേന്ദ്രിയാണി സംയമ്യ, കർമ്മേന്ദ്രിയങ്ങളെ മുഴുവനും അടക്കിയിട്ട്, ഇന്ദ്രിയാർത്ഥാൻ മനസാസ്മരൻ, ഇന്ദ്രിയ വിഷയങ്ങളെ മനസ്സുകൊണ്ട് സ്മരിച്ചവനായിട്ട് ആസ്തി ഇരിക്കുന്നത്, സഹ മിഥ്യാചാര വിധി ഉച്ചതി, ആ വ്യക്തിയെ മിഥ്യാചാരൻ എന്ന് പറയുന്നു. മിഥ്യാചാരൻ സമം മൃഷാചാര്യൻ എന്ന്. മൃഷാചാര, മൃഷ എന്ന് പറയുന്നത്, മിഥ്യ എന്ന് പറയുന്നത് അവാസ്തവികതയെ താലോലിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ എന്താണ്, ഒരുവൻ സ്വയമേവ വലിയ തത്വജ്ഞാനിയാണെന്നുള്ള ഭാവമുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വലിയ തത്വജ്ഞാനിയാണെന്നുള്ള ഭാവമുണ്ട്. പക്ഷെ ഉള്ളിലെ വിഷയങ്ങൾ അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് പറഞ്ഞു വന്നു കഴിയുമ്പോൾ അവസാനിക്കുന്നു എന്ന് പറയുന്നത് വിമർശനത്തിൽ അവസാനിക്കും, പരനിന്ദയിൽ അവസാനിക്കുന്നു എന്നർത്ഥം. ചുരുക്കത്തിൽ ഏതു തരത്തിലുള്ള ഏത് ആധ്യാത്മിക കാര്യത്തിലാണെങ്കിലും തുടങ്ങുമ്പോൾ പലതും പറഞ്ഞ് പരനിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെ ഉള്ളവരായിട്ട് നിൽക്കുമെന്നേ. പലപ്പോഴും എന്ന് പറയുന്നത് ഇപ്പം ഒന്നുകിൽ അത് ഭാര്യയുടെ കുറ്റമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഭർത്താവിന്റെ കുറ്റമായിട്ട്, അല്ലെങ്കിൽ മക്കളുടെ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കുറ്റം, അല്ലെങ്കിൽ അയൽവക്കക്കാരുടെ കുറ്റം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കുറ്റം. അവസാനം എന്തിലെങ്കിലും ഒരു കുറ്റത്തിൽ ആരുടെയെങ്കിലും എന്റേതല്ലാതെ മറ്റൊരുവന്റെ കുറ്റത്തിൽ പോയിട്ട് അവസാനിക്കും. ഇതിനെയാണ് പരനിന്ദ എന്ന് പറയുന്നത്. പിന്നല്ലെങ്കിൽ ആത്മനിന്ദയിലും പോയിട്ട് അവസാനിക്കും. ഈ ആത്മനിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ ആത്മനിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം നിന്ദിക്കൽ. അപ്പൊ ഇവിടെ എന്താ സ്വയം നിന്ദിക്കല? സ്വയം നിന്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ ആർക്കും നിന്ദിക്കാൻ പറ്റത്തില്ല. പകരം നിന്ദിക്കുക എന്ന് പറയുന്നത് എന്റെ ശരീരത്തിനെ നിന്ദിക്കുക, എന്റെ ശരീരം കൊള്ളത്തില്ല, അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങൾ കൊള്ളത്തില്ല, അല്ല കണ്ണ് കൊള്ളത്തില്ല, ചെവി കൊള്ളത്തില്ല, കൈ കൊള്ളത്തില്ല, മനസ്സ് കൊള്ളത്തില്ല, ബുദ്ധി കൊള്ളത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവനവന്റെ എന്ന് പറയാൻ എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവനും അതങ്ങനെ നിന്ദിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനിന്ദ എന്ന് പറയുന്ന വേറൊന്നുണ്ട്. അവിടെ ഈശ്വരനിന്ദയെ ഈശ്വരനെ ഡയറക്റ്റായിട്ട് നിന്ദിക്കത്തില്ല, പകരം ഇൻഡയറക്റ്റ് ആയിട്ട് നിന്ദിക്കും. ആ ഇൻഡയറക്റ്റ് ആയിട്ട് നിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വരൻ എനിക്കിതാണല്ലോ വിധിച്ചിരിക്കുന്നത്, എൻ്റെ ഒരു വിധി ഇങ്ങനെ. അപ്പൊ എൻ്റെ ഒരു വിധി എന്ന് പറഞ്ഞാൽ അവിടെ ആ വിധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാനെയാണ്, മറ്റാരെയല്ല. അതേമാതിരി ഈശ്വരൻ എനിക്കാണല്ലോ എനിക്കിതാണല്ലോ വെച്ചിരിക്കുന്നത്. അവിടെയും എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈശ്വരനെ നിന്ദിക്കുന്നില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ എനിക്ക് നല്ലത് തരേണ്ടതിന് പകരം മോശം തന്നു എന്നുള്ള രീതി. അവൻ ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ എല്ലാവർക്കും അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാവണമെന്നല്ല, പക്ഷെ ഇതിന്റെയൊക്കെ ലാഞ്ചനകൾ, ഇതിന്റെയൊക്കെ സ്വല്പം അല്പം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കുറച്ചൊക്കെ നമുക്ക് കൂടിക്കുഴഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന കാണാം. അപ്പം ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കയ്യിലിരിക്കുന്ന വ്യക്തിയാണ് നമ്മളിവിടെ. എന്നിട്ട് എന്താ, യഹ മൂഢാത്മ. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിയാണ് ഇവിടെ മൂഢാത്മ എന്ന് പറയുന്നത്. ആ മൂഢാത്മ കർമ്മേന്ദ്രിയാണി സംയമ്യ, കർമ്മേന്ദ്രിയങ്ങളെല്ലാം അടക്കിയിട്ട്, ഇന്ദ്രിയാർത്ഥാൻ, ഇന്ദ്രിയ വിഷയങ്ങളെ മനസാസ്മരൻ, മനസ്സുകൊണ്ട് ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, യഹ സഹ ആസ്തി, അങ്ങനെയുള്ള വ്യക്തിയാണ് മിഥ്യാചാര സൗച്യത. അപ്പൊ മിഥ്യാചാരനായിട്ട് മാറുന്നു. ഇത് ആരെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്? ഇത് ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് ഭോഗതത്പരനായിട്ടിരിക്കുകയും സന്യാസം സ്വീകരിച്ച ശേഷം പിന്നീട് സമൂഹത്തിനെ ഭയന്നുകൊണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നത് കണ്ടിട്ട് ഈ ഭോഗവിഷയ തൽപരത്തിൽ നിന്ന് മാറി നിൽക്കുന്നവനുമായിട്ടുള്ള ഒരു വ്യക്തി. അങ്ങനെ വരുമ്പോൾ ആണ് ഇവിടെ മിഥ്യാചാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് മൂവി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂവി തിയേറ്ററിൽ പോയെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പം തിയേറ്ററിൽ പോയി കാണുക, ഒരു സ്വാമി പോയിട്ട് തിയേറ്ററിൽ പോയി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാനേ സാധിക്കത്തില്ല കേരളത്തിൽ, അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള സ്ഥലത്ത്. ഇപ്പം നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചിലപ്പോൾ ഒരു സാധുവിനെ വേണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടു എന്ന് വരാം. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു സന്യാസി എന്ന് പറഞ്ഞ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ്, ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്. എല്ലാവരും ആര് കണ്ടു കഴിഞ്ഞാൽ രാംജി എന്ന് പറയുന്ന തരത്തിൽ ബഹുമാനിക്കുന്ന ഒരു ഉത്കൃഷ്ട സ്ഥാനമാണ്. പക്ഷേ കേരളത്തിലെന്നോ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സമൂഹത്തിന് അനാവശ്യമായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെന്നുള്ള രീതിയിലാണ് സൗത്ത് ഇന്ത്യയുടെ ദൃഷ്ടി വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധാരണഗതിയിലാണെങ്കിൽ ഇവരെ ഒന്നും തിയേറ്ററിൽ പോയിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇവര് എന്ന് മാത്രമല്ല, ഇവര് സ്വാമി തിയേറ്ററിൽ പോയരുത് എന്ന് പറയാൻ നിൽക്കുന്ന ആൾക്കാരെയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേർന്ന് കാണാം. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഹോം തിയേറ്റർ വന്നോട് കൂടിയിട്ട് എല്ലാവർക്കും വീട്ടിൽ ഇരുന്നുകൊണ്ട് കാണാം. ഇതിനകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ മൂവി കാണാത്തവരായിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കയറിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തോ ആണെങ്കിൽ
ഈ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിയേറ്ററിൽ പോയിട്ട് മൂവി കാണുക എന്നുള്ളത് പിന്നെ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ കൂടെയോ അല്ലെങ്കിൽ ഈ ഇപ്പം ജിയോയുടെ ആണെന്നുണ്ടെങ്കിൽ ഈ 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നെറ്റും ഫ്രീ 30 Mbps നെറ്റും ഫ്രീ, അൺലിമിറ്റഡ് നെറ്റും ഫ്രീ. പിന്നെ ഒരു ഫോൺ ഇവിടെ നമ്മൾ ലാൻഡ് ഫോൺ വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഫോൺ അൺലിമിറ്റഡ് കോളും ചെയ്യാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഈ ഇതും കൂടെ ഉണ്ട്, അതായത് ഫ്രീ ആയിട്ട് ഇതും കാണാം. അവരുടെ മോഡം വെച്ച് അവരുടെ മോഡൽ സെറ്റ് ടോപ്പ് ബോക്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചേറെ ചാനൽ അതും ഫ്രീ. ഇതെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാ കണ്ടുകൊണ്ടിരിക്കാത്തത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ എന്തുകൊണ്ട് ആ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോയില്ല എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ താല്പര്യമുണ്ട് എങ്കിലും പോകാൻ പറ്റാതിരുന്ന് ഇരിക്കുന്ന തരത്തിലുള്ള ബുദ്ധി പോയി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിരക്തനായതുകൊണ്ടാണോ തിയേറ്ററിൽ പോകാതിരുന്നത്, അതോ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു മുഖം കാണിച്ച് നിർത്താൻ വേണ്ടി ഒരു മുഖം കാണിക്കാൻ വേണ്ടിയിട്ടാണോ പോകാതിരുന്നതെന്ന്? അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മിഥ്യാചാരത്വം എന്ന് പറയുന്നത് വരുന്നത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യാതിരിക്കുമ്പോൾ അതേസമയം അത് ചെയ്യാനൊരു സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ചെയ്യുമ്പോഴാണ് ഈ മിഥ്യാചാരത്വമൊക്കെ ശരിക്കും പുറത്തേക്ക് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അതായത് ഒരുവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിന് മിഥ്യാചാരനാകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, പകരം ഇവിടുത്തെ ആറ്റിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ഇതാണ്, ഇത് എന്തോ കാരണത്താൽ ഒരുവൻ നിർബന്ധിക്കപ്പെട്ടവനായിട്ട് വിഷയേന്ദ്രിയ സംയോഗമില്ലാതെ മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു ശ്രേഷ്ഠതയായിട്ട് കണ്ടുകൊണ്ട് ഞാൻ ഉത്കൃഷ്ടനാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിലുള്ള ബുദ്ധിയുണ്ടെങ്കിൽ അതൊരു മിഥ്യാചാരത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീതയൊന്നും സിമ്പിൾ അല്ല, വളരെയധികം കോംപ്ലിക്കേറ്റഡ്. ഇങ്ങനെ പല പല മേഖലകളിൽ കടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം നോക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ പറയുമ്പോൾ നമുക്കിതെല്ലാം പറഞ്ഞു പോകേണ്ടി വരും. ഇതിനകത്തുള്ള പല പല കാര്യങ്ങളും ഇതിനകത്ത് പലർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പല പല തലങ്ങളിൽ, പല പല ആചാരങ്ങളിലും വിചാരങ്ങളിലും, പല ജ്ഞാനത്തിൻ്റെ തന്നെ പല തലത്തിൽ നിൽക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 7ാമത്തെ ശ്ലോകം യസ്തിന്ദ്രിയാണി മനസ്സ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ യോഗം അസക്തസ്സ വിശിഷ്യതേ. അപ്പൊ ഇവിടെ കർമ്മയോഗ പ്രശംസയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹേ അർജുന, യഹ ഇന്ദ്രിയാണി മനസാ നിയമ്യ കർമ്മേന്ദ്രിയൈ കർമ്മയോഗം ആരഭ്യത്തെ അസക്തഃ സവിശിഷ്യതേ. കർമ്മയോഗ പ്രശംസ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മയോഗ പ്രശംസ. മറ്റേത് 6ാമത്തെ ശ്ലോകം മിഥ്യാചാരത്തിന്റെ നിന്ദ. അപ്പൊ ഇവിടെ ഹേ അർജുന, അല്ലയോ അർജുന, യഹ ഇന്ദ്രിയാണി മനസാ നിയമ്യ, യാതൊരുവൻ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയമ്യ അടക്കിയിട്ട് കർമ്മേന്ദ്രിയൈ കർമ്മയോഗം ആരഭ്യതേ, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മയോഗം ചെയ്യുന്നത് അസക്തഃ സവിശിഷ്യത, അസക്തനായ അവൻ വിശിഷ്ടനാകുന്നു. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കേ, കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് മിഥ്യാചാരൻ, ഇവിടെയാണെങ്കിൽ കർമ്മയോഗി. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യാചാരൻ ചെയ്യാതിരുന്നിട്ട് മനസ്സുകൊണ്ട് അതിനെ കാക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനായിട്ടിരുന്നു. കർമ്മയോഗിയാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള സംബന്ധരൂപമായ കർമ്മം ചെയ്തുകൊണ്ട്, പക്ഷെ മനസ്സിൽ അതിന് ഈശ്വരാർപ്പണമായിട്ട് കർമ്മയോഗത്തിന്റെ എല്ലാ ലക്ഷണവും നമ്മൾ ഓർക്കണം. മനസ്സിലാണെന്നുണ്ടെങ്കിൽ അത് വിട്ടവനായിട്ട് സംഗ്രഹിതനായിട്ടും ഇരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഭഗവാൻ പറയുന്നു, അല്ലയോ അർജുന, കർമ്മയോഗമാവുന്നു വിശിഷ്ടമായിട്ടുള്ളത്. ഹേ അർജുന, യഹ ഇന്ദ്രിയാണി മനസ്സാ നിയമ്യ, ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് കർമ്മേന്ദ്രിയൈ കർമ്മയോഗം ആരംഭ്യതേ, കർമ്മേന്ദ്രിയങ്ങളാൽ കർമ്മയോഗം ചെയ്യുന്നവനായിട്ടുള്ളത് അസക്ത സവിശിഷ്യത. അപ്പൊ ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? കർമ്മയോഗമാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന്. അപ്പൊ ഇത്രയും നമുക്ക് കണ്ടു കഴിയുമ്പോൾ അതിനാൽ അർജുന, നീ ചെയ്യേണ്ടത് കർമ്മമാകുന്നു എന്ന് ഇവിടെ. അത് കർമ്മം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇവിടെ കർമ്മം എന്ന് പറയുന്നു അധ്യായത്തില്. ഇത് ഉപദേശം കർമ്മയോഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിയതം കുരു കർമ്മത്വം കർമ്മജ്ജായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപിച്ചതേ ന പ്രസിദ്ധേത് അകർമ്മണഃ. അപ്പം ഭഗവാന്റെ അടുത്ത് അർജുന്റെ ചോദ്യം എന്തായിരുന്നു? ജായസീ ചേത് കർമ്മണസ്തേ മതാബുദ്ധിർ ജനാർദ്ദന എന്നുള്ളതായിരുന്നു ചോദ്യം.
ഉള്ളത് കർമ്മമല്ല എങ്കിൽ അപരമായിട്ടുള്ള കർമ്മം ചെയ്യാൻ എന്നെ എന്തിനു പ്രേരിപ്പിക്കുന്നു എന്ന് ഭഗവാന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഭഗവാൻ പറയുന്ന ഉത്തരം ഇതാണ്. ഇവിടെ നീ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കി കർമ്മയോഗം അനുഷ്ഠിച്ചില്ല എങ്കിൽ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി പിടിച്ചുകൊണ്ട് മനസ്സ് നിന്റെ ഈ വ്യവഹാര വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവനാണെങ്കിൽ നീ കർമ്മയോഗിയല്ലാവുക, പകരം മിഥ്യാചാരനാണാവുക. അങ്ങനെ മിഥ്യാചാരനാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ, കർമ്മയോഗി ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടത്. നിയതം കർമ്മ കുരു, നിനക്ക് പറഞ്ഞിരിക്കുന്നതായ കർമ്മത്തെ അനുഷ്ഠിക്കൂ. കർമ്മജായോ ഹി അകർമ്മണഃ, അകർമ്മത്തെക്കാളും ഉത്കൃഷ്ടമായിട്ടുള്ളത് കർമ്മമാകുന്നു. ശരീരയാത്രാപിച്ച തേ ന പ്രസിദ്ധേത് അകർമ്മണഃ. ശരീരയാത്രാപി, ശരീരയാത്ര എന്ന് ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകൽ, അതാണ് ശരീരയാത്ര. അത് ജീവിക്കൽ എന്നുള്ളത്. ശരീരയാത്ര സമം ജീവിക്കൽ. ജീവിക്കൽ തന്നെ ന പ്രസിദ്ധി, അത് തന്നെ സാധ്യമാവുന്നില്ല. അകർമ്മണഃ, അത് തന്നെ സാധ്യമല്ലാതായി പോകും. അത് ജീവിക്കൽ പോലും സാധ്യമല്ലാത്ത തരത്തിലായിട്ട് മാറും. നീ അകർമ്മിയായിട്ടിരുന്ന്, കർമ്മം ചെയ്യാത്തവനായിട്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ നിനക്ക് ജീവിതം തന്നെ ദുസ്സഹമായി തീരും. ഇതാണ് ഭഗവാന് ഈ അധ്യായത്തിൽ ഉപദേശിക്കുവാൻ എടുക്കുന്ന വിഷയമായിട്ടുള്ളത്, അതായത് കർമ്മം എന്നുള്ളത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.